ഹലോ, നമുക്കിന്ന് ആർട്ടിക്കിൾസ് എന്താണെന്ന് പഠിച്ചാലോ? ആർട്ടിക്കിൾസ് രണ്ട് ടൈപ്പാണുള്ളത്, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസും ഡെഫിനിറ്റ് ആർട്ടിക്കിളും. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിൽ വന്നാണ് എയും ആനും, ഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ വന്നാണ് ദ. ആർട്ടിക്കിൾസിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു നൗണിന് മുമ്പിലാണ്. അത് നൗണിനെ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഈ മോഡിഫൈ ചെയ്ത നൗൺ സ്പെസിഫിക് ആണോ ജനറൽ ആണോ എന്ന് നമുക്ക് അറിയാനായിട്ട് ആർട്ടിക്കിൾ ഹെൽപ്പ് ചെയ്യുന്നു. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആയ ആനെ കുറിച്ചാണ് പറയുന്നത്. ഒരു നൗണിന് മുമ്പിൽ ആൻ ഉപയോഗിക്കണമെങ്കിൽ ആ വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഒരു വവൽ സൗണ്ടിലായിരിക്കണം തുടങ്ങേണ്ടത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വവൽ ലെറ്ററിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആ വവൽ സൗണ്ടിനാണ്. നമ്മൾ ഒരു വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ തുടങ്ങുന്നത്. എ, ഇ, ഐ, ഒ, യു, ഈ അഞ്ചെണ്ണമാണ് ഇംഗ്ലീഷിലെ വവൽസ്. നോക്കിയേ, ആൻ ആപ്പിൾ, ആൻ അമേസിങ് സൗണ്ട്, എ യൂണിവേഴ്സിറ്റി, ആൻ ഓണസ്റ്റ് മാൻ, എ പെൻ, എ സ്റ്റോറി. ഇതെല്ലാം ഓരോ നൗണാണ്. ഈ നൗണിൻ്റെ ഫ്രണ്ടിലൊക്കെ നോക്കിയാൽ ഓരോ ആർട്ടിക്കിളുണ്ട്. നമ്മൾ ഒരു നൗൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് പ്രൊനൗൺസ് ചെയ്യുന്ന, നമ്മൾ പറയുന്ന ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് കോൺസണൻറ്റ് സൗണ്ടിലാണെങ്കിൽ നമ്മളതിന് എ എന്ന ആർട്ടിക്കിൾ കൊടുക്കും. അല്ലാതെ അതൊരു വവൽ സൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് ആൻ എന്ന ആർട്ടിക്കിൾ കൊടുക്കും. നേരത്തെ കണ്ട വേർഡ്സിൽ എ യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ ശരിക്കും ആനല്ലേ വരേണ്ടതെന്ന് പറഞ്ഞൊരു ഡൗട്ട് ഉണ്ടാവില്ലേ? കാരണം വവൽ സൗണ്ടിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ ആനാണ് വരേണ്ടത് എന്നുള്ളൊരു ഡൗട്ട് തോന്നുന്നില്ലേ? അവിടെ ശരിക്കും എ തന്നെയാണ് വരേണ്ടത്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്ററിനല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അത് സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ടിനാണ്. ഒരു വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് വവൽ ലെറ്ററിലാണെന്ന് വിചാരിച്ച് ഒരിക്കലും അതിൻ്റെ ഫ്രണ്ടിൽ ആർട്ടിക്കിൾ ആൻ ചേർക്കരുത്. ആ ലെറ്ററിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്ന് വിചാരിച്ച് അതിനനുസരിച്ച് വേണം. അത് വവൽ സൗണ്ട് ആണെങ്കിൽ മാത്രമേ അതിൻ്റെ ഫ്രണ്ടിൽ ആൻ ചേർക്കാൻ പാടുള്ളൂ. യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ വേർഡ് യുവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെന്താ ആൻ ചേർക്കാത്തത്? അപ്പോൾ ഒരു ഡൗട്ട് വരും, ശരിക്കും ഏതിലാണ് ആൻ ചേർക്കേണ്ടത്, ഏതിലാണ് എ ചേർക്കേണ്ടതെന്നുള്ള ഡൗട്ട് വരും. നമ്മുടെ സ്വരാക്ഷരങ്ങളിലെ അക്ഷരങ്ങളില്ലേ, അ, ആ, ഇ, ഈ അക്ഷരങ്ങളുടെ സൗണ്ടുകളില്ലേ, ഈ അക്ഷരങ്ങൾ വെച്ച്, ആ സൗണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ്, ആ വേർഡ്സിനെല്ലാം നമ്മൾ ഫ്രണ്ടിൽ ആനാണ് ചേർക്കുന്നത്. സ്വരാക്ഷരങ്ങളിലെ സൗണ്ട് വരുന്ന എല്ലാ വേർഡ്സിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ആനാണ് ചേർക്കുന്നത്. നമ്മൾ ആദ്യം കണ്ടൊരു വേർഡില്ലേ, എ യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിയിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് യു എന്നൊരു ലെറ്റർ വെച്ചിട്ടല്ലേ? അത് വവൽ ലെറ്റർ ആയിട്ടും പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ എന്താണ് എ എന്ന ആർട്ടിക്കിൾ വന്നേ? അവിടെ ശരിക്കും ആനല്ലേ വരേണ്ടത്. പക്ഷേ യൂണിവേഴ്സിറ്റിയിൽ യു എന്ന ലെറ്റർ ഒരു കോൺസണൻറ്റ് സൗണ്ടായിട്ടാണ് വരുന്നത്, നമ്മുടെ നേരത്തെ കണ്ട സ്വരാക്ഷരത്തിലുള്ളതല്ല. അതുകൊണ്ടാണ് അതിൻ്റെ ഫ്രണ്ടിൽ എ എന്ന ആർട്ടിക്കിൾ വരുന്നത്. ആപ്പിൾ എന്ന വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എ എന്ന വവൽ ലെറ്ററിലും ആ എന്ന സ്വരാക്ഷരത്തിലാണ്. അതുകൊണ്ടാണ് എൻ്റെ ഫ്രണ്ടിൽ ആൻ എന്ന ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. അമേസിങ് സൗണ്ട്, ഇതിൽ അമേസിങ് എ എന്ന വവൽ ലെറ്റർ കൊണ്ട് ആ എന്ന സ്വരാക്ഷരത്തിലാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഫ്രണ്ടിൽ ആൻ വന്നിരിക്കുന്നത്. ഈ രണ്ട് വേർഡിലെയും എ എന്ന വവൽ ലെറ്റർ തുടങ്ങുന്നത് കൊണ്ടല്ല ആൻ എന്ന ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്, മറിച്ച് അത് വവൽ സ്വരാക്ഷരത്തിൽ തുടങ്ങുന്നത് കൊണ്ടാണ് അതിൻ്റെ ഫ്രണ്ടിൽ ആൻ ചേർക്കുന്നത്. യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്ന യു എന്ന വവൽ ലെറ്റർ കൊണ്ടാണ്. എന്നാൽ അത് നമ്മൾ പറയുമ്പോൾ യാ വെച്ചാണ് തുടങ്ങുന്നത്, യാ എന്ന അക്ഷരം വെച്ചാണ് തുടങ്ങുന്നത്. യാ എന്ന അക്ഷരം നമ്മുടെ സ്വരാക്ഷരത്തിലില്ല, മറിച്ച് അത് വ്യഞ്ജനാക്ഷരത്തിലാണ്. അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വവൽ ലെറ്ററിനല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒരു വേർഡിൽ, മറിച്ച് അതിൻ്റെ സൗണ്ടിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓണസ്റ്റ് മാൻ, ഇവിടെ ഹോണസ്റ്റ് എന്നല്ല പറയുന്നത്, ഓണസ്റ്റാണ്. ഓണസ്റ്റ് മാൻ, ഇവിടെ ഫസ്റ്റ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എച്ച് എന്ന കോൺസണൻറ്റിലാണ്. പിന്നെ എന്തുകൊണ്ടാണ് അവിടെ ആൻ എന്ന ആർട്ടിക്കിൾ ചേർക്കാൻ കാരണം, നമ്മൾ ഹോ അല്ലല്ലോ, ഒ എന്നൊരു അക്ഷരത്തിലാണ് തുടങ്ങുന്നത്. ഈ ഒ എന്ന അക്ഷരം നമ്മുടെ സ്വരാക്ഷരത്തിൽ ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ ഫ്രണ്ടിൽ ആൻ എന്ന ആർട്ടിക്കിൾ വരുന്നത്. നമ്മൾ സൗണ്ടിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ലെറ്ററിനല്ല. പെൻ എന്ന വേർഡ് തുടങ്ങുന്നത് പി എന്ന ലെറ്ററിലും പറയുമ്പോൾ പ എന്ന അക്ഷരത്തിലാണ് തുടങ്ങുന്നത്. ഈ പ എന്ന അക്ഷരം നമ്മുടെ സ്വരാക്ഷരത്തിലില്ല, അതുകൊണ്ടാണ് നമ്മൾ
പെൻ എന്ന വേർഡിന് ഫ്രണ്ടിൽ എ എന്ന ആർട്ടിക്കിൾ ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റോറി എന്ന വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എസ് എന്ന ലെറ്റർ കൊണ്ട്, പറയുമ്പോൾ നമ്മൾ സ എന്ന അക്ഷരം കൊണ്ടാണ് പറയുന്നത്. ഈ സ എന്ന അക്ഷരം നമ്മുടെ സ്വരാക്ഷരത്തിലില്ല. അതുകൊണ്ടാണ് സ്റ്റോറി എന്ന വേർഡിൻ്റെ മുമ്പിൽ നമ്മൾ എ എന്ന ആർട്ടിക്കിൾ ഉപയോഗിച്ചിരിക്കുന്നത്. അംബ്രല്ല എന്ന് പറയുന്ന വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് യു എന്ന വവൽ ലെറ്ററിലും എന്ന സ്വരാക്ഷരത്തിലാണ്. അതുകൊണ്ടാണ് ആ വേർഡിന് ഫ്രണ്ടിൽ ആൻ എന്ന ആർട്ടിക്കിൾ ചേർത്തിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ വേർഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് യു എന്ന വവൽ ലെറ്ററിലാണ്. എന്നാൽ അത് പറയുമ്പോൾ നമ്മൾ യാ എന്ന സൗണ്ടിലാണ് പറയുന്നത്. ആ സൗണ്ട് നമ്മുടെ സ്വരാക്ഷരത്തിലില്ലാത്തത് കൊണ്ടാണ് അതിൻ്റെ മുന്നിൽ എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു വേർഡിന് മുന്നിൽ മാത്രമല്ല ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നത്, ഷോർട്ടായിട്ടുള്ള വേർഡ്സിൻ്റെ മുമ്പിലും ആർട്ടിക്കിൾസ് യൂസ് ചെയ്യും. ഓക്കെ, എം എ സ്റ്റുഡൻ്റ് ആണ്. എം എ എന്ന് പറയുമ്പോൾ ആ ഒരു വേർഡ് ഫസ്റ്റ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് എം എന്ന ലെറ്റർ വെച്ചാണെങ്കിൽ നമ്മൾ പറയുമ്പോൾ ഏത് അക്ഷരം വെച്ചാൽ പറയുന്നത് എ. ഈ എ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അക്ഷരം നമ്മുടെ സ്വരാക്ഷരത്തിലുള്ളത് കൊണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ ആൻ എന്ന ആർട്ടിക്കിളാണ്. MBA സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എം എന്ന ലെറ്ററിലും പറയുമ്പോൾ എ എന്ന സ്വരാക്ഷരത്തിലുമാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഫ്രണ്ടിൽ ആൻ എന്ന ആർട്ടിക്കിൾ വരുന്നത്. LLB എൽ എന്ന ലെറ്ററിലും പറയുമ്പോൾ എ എന്ന സ്വരാക്ഷരത്തിലുമാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഫ്രണ്ടിൽ ആൻ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്തിരിക്കുന്നത്. സി തുടങ്ങിയിരിക്കുന്ന സി എന്ന ലെറ്ററിലും സ എന്ന അക്ഷരത്തിലുമാണ്. ഈ സ എന്ന അക്ഷരം നമ്മുടെ സ്വരാക്ഷരത്തിലില്ല. അതുകൊണ്ടാണ് സിയുടെ ഫ്രണ്ടിൽ എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്തിരിക്കുന്നത്. ബി എന്ന ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പറയുമ്പോൾ ബ എന്ന അക്ഷരത്തിലാണ് പറയുന്നത്. ഈ ബ എന്ന അക്ഷരം നമ്മുടെ സ്വരാക്ഷരത്തിലില്ല, മറിച്ച് നമ്മുടെ വ്യഞ്ജനാക്ഷരത്തിലാണുള്ളത്. അതുകൊണ്ടാണ് ബിയുടെ ഫ്രണ്ടിൽ എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി പറയാൻ പോകുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആയിട്ടുള്ള എനെ കുറിച്ചാണ്. ടീച്ചർ എന്ന വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടി എന്ന ലെറ്ററിലും പറയുമ്പോൾ ട എന്ന അക്ഷരത്തിലാണ്. ഈ ഒരു അക്ഷരം നമ്മുടെ സ്വരാക്ഷരത്തിലില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യും. സ്റ്റുഡൻറ്റ് എന്ന വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എസ് എന്ന വേർഡിലും പറയുമ്പോൾ സ എന്ന അക്ഷരത്തിലാണ്. ഈ ഒരു അക്ഷരം നമ്മുടെ സ്വരാക്ഷരത്തിലില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. പെൻ എന്ന വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് പി എന്ന ലെറ്ററിലും പ എന്ന അക്ഷരത്തിലാണ്. ഈ ഒരു അക്ഷരം നമ്മൾ സ്വരാക്ഷരത്തിലില്ല. അതുകൊണ്ടാണ് പെന്നിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ട് പറയുന്ന സ്വരാക്ഷരത്തിലെ സൗണ്ടുകൾ കൊണ്ട് തുടങ്ങുന്ന ഒരു വേർഡിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ആനെന്നും വ്യഞ്ജനാക്ഷരത്തിൽ തുടങ്ങുന്ന വേർഡിൻ്റെ സൗണ്ടുകളുടെ മുമ്പിൽ നമ്മൾ എ എന്നാണ് ചേർക്കുന്നത്.